ഓ, ഈ മലയാളം ഭൂമിയിലെ മനുഷ്യന്മാരെ കൊണ്ട് തോറ്റു. നെഞ്ചു പിളർന്ന് ഹൃദയം തുറന്നു കാണിച്ചാലും പറയും വാടിയ ചെമ്പരത്തി പോവാണ്. ഞങ്ങൾ ഈ സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇനി തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതിനു മുമ്പ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് കരുതി. അത്രേ ചെയ്തുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ എന്താ ചെയ്തത്? ഉടനെ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചു. നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി VP ജോയ് നല്ല മിടുക്കനായിരുന്നു. ഞങ്ങൾ ഭരിക്കുമ്പം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാ. അദ്ദേഹം അധ്യക്ഷനായിട്ട് ഞങ്ങളൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചു. ഉടനെ തുടങ്ങിയില്ലേ വിമർശനങ്ങള്, പരിഹാസങ്ങള്. ചില ഈ സർക്കാരിന്റെ അവസാന കാലത്ത് ഇനി 2-3 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴ് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ജീവനക്കാർ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നതാ. വേണ്ടിയിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നല്ലോ. 3-4 മാസം മുമ്പ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കുക, ഒരു 3 മാസം കൊണ്ട് അവരുടെ ഒരു റിപ്പോർട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ വാങ്ങുക, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം അങ്ങോട്ട് പരിഷ്കരിച്ചു കൊടുക്കുക, കൂട്ടിക്കൊടുക്കുക. അത് വാങ്ങിച്ച് നമ്മുടെ ജീവനക്കാരും പെൻഷൻകാരും ഹർഷപുളകിതരാകുക. അത് ചെയ്യാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നാ ചോദിക്കുന്നത്. ശടാ, പറ്റിപ്പോയതാ. ദേശം മറവി സംഭവിച്ചു പോയി. ശമ്പള പരിഷ്കരണം വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചതാ, പക്ഷെ സമയം കിട്ടിയില്ല. വേറെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. പക്ഷെ ഇപ്പൊ എന്താ കുഴപ്പമെന്താ? ഇപ്പൊ എന്താ വ്യത്യാസം? ഈ കമ്മീഷനെ നിയമിച്ചതും ശമ്പളം പരിഷ്കരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിനായിട്ടൊരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക എന്ന് പറഞ്ഞാല് അത് ശമ്പളം പരിഷ്കരിച്ച പോലെ. അതെന്താ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ജീവനക്കാർക്ക് മനസ്സിലായിട്ടില്ലേ? പെൻഷൻകാർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടെ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞങ്ങൾ അത്രയും ചെയ്തല്ലോ. ഞങ്ങൾ ഈ പോകുന്ന തിരക്കില. വേണമെങ്കിൽ ഞങ്ങൾക്ക് മിണ്ടാതെ പോകാമായിരുന്നു. മനസ്സിലായില്ലേ? ഞങ്ങളത് ചെയ്തില്ലല്ലോ. ഞങ്ങള് കമ്മീഷനെ വെച്ചു. എന്നിട്ട് ഞങ്ങളുടെ ധനകാര്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 3 മാസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ലഭിക്കണമെന്ന്. അതാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഉത്തരവിറങ്ങി വായിച്ചു നോക്കിയപ്പോൾ ഈ 3 മാസത്തിന്റെ കണക്കൊന്നും അതിനകത്തില്ല കേട്ടോ. അതും മറന്നുപോയതായിരിക്കും. ഈ 3 മാസത്തിന്റെ ഒരു പരിധി, കാലപരിധി, അത് ഞങ്ങൾ തീരുമാനിച്ചതാ. അത് ധനകാര്യമന്ത്രി പറഞ്ഞതുവാ. പക്ഷെ അത് ഓർഡറിൽ പെടാതിരുന്നത് അത് ഞങ്ങളുടെ കുറ്റമല്ല. അതെന്തോ ഒരു അക്ഷരപ്പശക് പറ്റിയതാ. കഴിഞ്ഞ 2024 ജൂലൈ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം പരിഷ്കരിക്കണമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം അന്ന് മുതൽ ശമ്പളം പരിഷ്കരിക്കാനുള്ളതാ, പുതുക്കിയ ശമ്പളം കൊടുക്കാനുള്ളതാ. അതാ പറഞ്ഞത്. ചെറിയൊരു നോട്ടപ്പശക് പറ്റിപ്പോയി. അതിനൊന്നും ഇത്രയും കിടന്ന് ഒച്ച വെക്കരുത്, വിമർശിക്കരുത്, പരിഹസിക്കരുത്. അന്ന് പറ്റിയില്ല. ഇപ്പൊ ഞങ്ങളുടെ കമ്മിറ്റിയെ വെച്ചല്ലോ. അതിൽ പിന്നെ എന്താണ് ഈ സർക്കാർ ചെയ്യേണ്ടത്? അപ്പൊ ഇതിന് ചില ദോഷൈക ദൃക്കുകൾ, ചില മാധ്യമങ്ങള്, പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരൊക്കെ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാ, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നാ. അങ്ങനൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല. അങ്ങനെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ അയ്യപ്പ സംഘം ഇതുപോലെ നടത്തുമോ? അതുപോലെ എത്രയെത്ര സമ്മേളനങ്ങൾ, കോൺക്ലേവുകൾ, സെമിനാറുകൾ, നവകേരള സദസ്, നവോത്ഥാന യാത്ര, ഇതൊക്കെ ഇവിടുന്ന് കാശില്ലാതാണോ നടത്തിയത്? അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളങ്ങനെ എത്രയെത്ര വൻകിട പരിപാടികൾ നടത്തിയിരിക്കുന്നു. എത്ര കോടി രൂപ ഞങ്ങളങ്ങനെ ധൂർത്തടിച്ചിരിക്കുന്നു. ധൂർത്തടിക്കണേല് ഖജനാവിൽ പൈസ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ധൂർത്തടിക്കൽ ഇങ്ങനെ തുടരുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവാ? ഈ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നല്ലയോ? അയ്യപ്പ സംഗമത്തിന് ഒരു കട്ടിലിന് മുഖ്യമന്ത്രിക്ക് കിടക്കണ്ടേ? സന്തോഷമായിട്ട് കിടക്കണ്ടേ? സുഖകരമായിട്ട് കിടക്കണ്ടേ? 1,11,000 രൂപ മുടക്കി ഒരു കട്ടിൽ വാങ്ങിച്ചു. അത് ഇത്ര വലിയ പ്രശ്നമാണോ? ഞങ്ങൾ ആ ഊരാളുങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റിക്കാണ് കൊടുത്തത്. അവരുടെ കീഴിലുള്ള ഏതോ ഒരു സംഘടന. അവര് നമ്മുടെ സ്വന്തം ഒരു സംവിധാനമാണ്. അവരോട് ടെൻഡർ ചോദിക്കാൻ പറ്റുമോ? അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതൊക്കെ സാധാരണ കോൺട്രാക്ടർമാരുടെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ്, കരാറുകാരുടെ കാര്യത്തിൽ. ഊരാളുങ്കലിനോടൊക്കെ അങ്ങനെ ടെൻഡർ ഒന്നും ചോദിക്കാൻ പറ്റത്തൊന്നുമില്ല. അവര് നമ്മളുമായിട്ട് വളരെ അടുത്ത ഇടപഴകി നിൽക്കുന്നവരല്ലയോ? ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് അവരുമായിട്ട് ചില സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് വെറും നുണയാ, പച്ച നുണയാ. ചില നേതാക്കളുടെ പേരിൽ വലിയ JCB പോലെയൊക്കെയുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. വെറുതെ ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാ. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സൊസൈറ്റി ഒരു വലിയ മാമാങ്കം നടത്തുന്നു, അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ നമ്മള് 3000 പേരെ വന്നുള്ളെങ്കിലും ഒരു 5000 പേർക്ക് സദ്യ വിളമ്പണ്ടായോ? അതിനെന്താ ഇത്ര തെറ്റ്? ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാല് ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യരുത് എന്നങ്ങ് തോന്നിപ്പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോ സതീശൻ പറയുന്നത് പൂച്ച പറ്റി കിടക്കാന്ന. സതീശൻ ഇപ്പൊ എന്തോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുക, പുതുയുഗ യാത്ര. ഈ സതീശൻ അങ്ങനെ കാസർഗോഡ് നിന്ന് ഇവിടെ വരെ വന്നിട്ട് വേണം കേരളം പുതുയുഗം ആകാന്. ചേട്ടാ, ഞങ്ങൾ അതിനു മുമ്പേ ഒന്നായി തുടരാം, നവകേരളത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായിട്ട് എത്രയെത്ര പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങളോട് സ്നേഹമുള്ളവരാ, ഇഷ്ടമുള്ളവരാ. അവരൊക്കെ കരുതിയിരുന്നത് നമ്മൾ നവകേരളമായി കഴിഞ്ഞെന്ന ഒരു പുതിയ കേരളം. പക്ഷേ ഞങ്ങൾ അങ്ങനൊന്നും അഹങ്കാരം പറയത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ അതിദരിദ്രരെ ഞങ്ങൾ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ നവകേരളമായി കഴിഞ്ഞു
എന്നൊന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നവകേരളത്തിലേക്ക് ഒന്നായി തുടരാം, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ഇങ്ങനത്തെ ഓരോരോ പരിപാടികളെ നവകേരളം ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതുയുഗ യാത്ര. എനിവേ, അദ്ദേഹം പുതുയുഗ യാത്രയോ നവയുഗ യാത്രയോ നടത്തട്ടെ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമല്ലോ. വരുമ്പോൾ ഒരു സമയം പറഞ്ഞാൽ മതി, നമുക്ക് പോയി ഒന്നിച്ച് ഖജനാവെന്ന് തുറന്നു നോക്കാം, അവിടെ പൂച്ചയോ പട്ടിയോ പെറ്റ് കിടക്കുന്നുണ്ടോ എന്ന്. ഇപ്പോഴീ ശമ്പള പരിഷ്കരണം തന്നെ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയല്ലോ, ഏപ്രിലോ മെയ് ആദ്യമോ ഒക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി അങ്ങ് പ്രഖ്യാപിക്കും. അപ്പോഴീ ഇലക്ഷൻ കമ്മീഷന് ഒരു ആവശ്യമില്ലാത്ത ചില പണികൾ ചെയ്യും. പെരുമാറ്റച്ചട്ടം അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഗവൺമെന്റിനെ സമ്മതിക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കളി കാണിച്ചു തരായിരുന്നു. വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമായിരുന്നു. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അങ്ങനെ ആടുകയും ഒലുകയും ചെയ്യുന്ന കപ്പലൊന്നുമല്ല കേട്ടോ. അതിലൊരു കപ്പിത്താനുണ്ട്. തീരുമാനിച്ചാൽ തീരുമാനിച്ചതുപോലെ നടത്തിയിരിക്കും. അങ്ങനെയാണ് ഏത് കാര്യം നോക്കിയാലും നടത്തിയിരിക്കും. ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു പോയി. എന്തൊരു പുകിലായിരുന്നു. ഇപ്പൊ ചിലപ്പം മെസ്സി ഈ മാർച്ചിൽ വന്നേക്കുമെന്നാ പറയുന്നത്. പുതിയ അറിവാ, പുതിയ ഇൻഫർമേഷൻ അങ്ങനെ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചാൽ നടപ്പാക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന കൊസ്രാക്കോളി ഇല്ലായിരുന്നെങ്കിൽ നല്ല കാര്യമായി. വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവനക്കാരുടെ ശമ്പളവും കൂട്ടിയതിനെയും പെൻഷൻകാരുടെ പെൻഷനും വർദ്ധിപ്പിച്ചതിനെയും അത് തൽക്കാലം നടക്കത്തില്ല. പറഞ്ഞാൽ ഒരു നോട്ടപ്പശക് പറ്റിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എമ്മണ്ടേ നമ്മള് ഈ കമ്മീഷനൊക്കെ നിയമിച്ച് ശമ്പളം പരിഷ്കരിച്ചതിന് പറ്റിയില്ല. സാധാരണഗതിയിൽ ഒരു സർക്കാർ നിലവിലിരിക്കുന്ന സമയത്താണ് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നത്, അതിന്റെ റിപ്പോർട്ട് വാങ്ങിക്കുന്നത്, ശമ്പളമൊക്കെ പരിഷ്കരിക്കുന്നത്. അത് സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളും പണ്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സർക്കാരുകൾ ഇരിക്കുന്ന കാലത്ത് അത്തരത്തിൽ എത്ര തവണ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഇച്ചിരി വാരം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഇച്ചിരി കുറവുണ്ടായിരുന്നു ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്. സത്യം പറഞ്ഞാല് വേറെ ഒത്തിരി തിരക്കിലായിപ്പോയി. ക്യൂബിന്ന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിക്കണം, അത് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, ഞങ്ങളുടെ സർക്കാർ ഇറങ്ങി പോകുന്നതിന് മുമ്പ് 6 ലക്ഷം കോടി രൂപയുടെ കടം സംസ്ഥാന സർക്കാരിന് വേണം. അതായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. 6 ലക്ഷം കോടി രൂപ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വളരെ തുച്ഛമായ തുകയായിരുന്നു. 1.57 ലക്ഷം കോടി രൂപ. അത് പഴയ എല്ലാ സർക്കാരുകളുടെയും കാലത്തുണ്ടായിരുന്ന കടത്തിന്റെ എല്ലാം ചേർത്തുള്ള ഒരു കണക്കാണ്. 1.57. ഞങ്ങളിപ്പോ എന്തുവാ 6 ലക്ഷം കോടിയുടെ കടമാ ഞങ്ങളുടെ ലക്ഷ്യം. അത് മിക്കവാറും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് ഞങ്ങൾ ചെയ്യും. അതിനുവേണ്ട ഹിബിയും ചെയ്യുന്നുണ്ട്. ഏത് ആവശ്യത്തിനും ഇഷ്ടംപോലെ പണം വാങ്ങിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിരിക്കുക. അതിന്റെ കണക്ക് നിയമസഭയെ ബോധ്യപ്പെടുത്തുമൊന്നും വേണ്ട. CAG എന്തെങ്കിലുമൊക്കെ പറയും, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അവര് ഈ കണക്ക് ശരിയല്ല, ഇങ്ങനൊന്നും കടം വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. ആര് ശ്രദ്ധിക്കുന്നു? ഇപ്പൊ തന്നെ കിൻഫ്രയ്ക്ക് വേണ്ടി ഒരു ആസ്ഥാന മന്ദിരം പണിയാനുള്ള ഒരു കെട്ടിടത്തിൽ തറക്കല്ലിട്ടു. അത് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മന്ത്രി P. രാജീവ് എന്താ പറഞ്ഞത്? വ്യവസായപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഭൂമിയൊക്കെ വാങ്ങാൻ, അതിനുവേണ്ടി 1000 കോടി രൂപയുടെ കടം വാങ്ങാൻ കിൻഫ്രയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന്. അവർ വാങ്ങിച്ചാൽ മതി. ഇനി അവർ 1000 കോടി രൂപ വാങ്ങിക്കുന്നു, ഞങ്ങൾ കെട്ടിടം പണിയുന്നു, ആസ്ഥാന മന്ദിരമൊക്കെ പണിയുന്നു. ഇത് പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കും, ഷെടാ ഇവരുടെയൊക്കെ ഈ അനുവാദം കൊടുക്കുന്നവരുടെയൊക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഈ പണമൊക്കെ തിരിച്ചടയ്ക്കുക എന്നുള്ളത്. സംസ്ഥാന സർക്കാരുകളുടെ കടമൊക്കെ വാങ്ങും, കേന്ദ്ര സർക്കാരും വാങ്ങും. പക്ഷെ ഇതുപോലൊരു വാങ്ങലുണ്ടോ? അതാണ് ഞങ്ങളുടെ സർക്കാർ. ഞങ്ങൾ ഈ രംഗത്തും കേരളത്തെ 1-ാം നമ്പർ ആക്കിയിട്ടേ ഇറങ്ങിപ്പോകത്തുള്ളൂ, യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ ഈ ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളൊന്നും എടുത്തില്ല എന്നുള്ളത് ശരിയാ. അക്കൂട്ടത്തിൽ ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്തായിരുന്നു. അതാരും അത്ര ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ വലിയ പരാതിയായിട്ടൊന്നും വന്നില്ല. അതായത് ഞങ്ങള് സർക്കാർ ജീവനക്കാർക്കുള്ള DA കൊടുത്തില്ല. അതോടെ മരവിപ്പിച്ചു നിർത്തി. അതും ഈ പ്രതിപക്ഷമൊക്കെ പറയുന്നത്, മാധ്യമങ്ങൾ പറയുന്നത് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണെന്നാണ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നാണ്. എന്തുമാവട്ടെ, ഞങ്ങൾ ഈ DA കുടിശ്ശിക കൊടുത്തില്ല. അത് ഇപ്പോഴങ്ങോട്ട് കൊടുത്തു. ആ പണമേ അതിന്റെ കുടിശ്ശിക, അല്ലാതെ പുതിയ സൗജന്യങ്ങളൊന്നുമില്ല. കൊടുക്കാനുണ്ടായിരുന്ന കാശ് ഞങ്ങളിപ്പോ DA അങ്ങോട്ട് കൊടുത്തു. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നല്ലയോ അത്, കുടിശ്ശിക കൊടുക്കുക. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന DA കുടിശ്ശിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ സംസ്ഥാന സർക്കാരുകളൊന്നും ചെയ്യുന്ന കാര്യമല്ലെന്നേ. അത് ഞങ്ങൾ ചെയ്തില്ലയോ? ചെയ്തിട്ട് ഞങ്ങൾ എന്തുവാ ചെയ്തത്? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പാർക്ക് എന്നോ മറ്റോ ആണ് അതിന് പറയുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ സകല ഉദ്യോഗസ്ഥന്മാരുടെയും അഡ്രസ്സും ടെലിഫോൺ നമ്പറും എല്ലാം ഇനി വഹിച്ചെടുത്തു. വേണേ മോഷ്ടിച്ചു പറയാം, പക്ഷെ അടിച്ചു മാറ്റിയെന്നേ പറയുന്നുള്ളൂ. നമ്മുടെ സർക്കാർ അങ്ങനെ ഡേറ്റ മോഷ്ടിച്ചു. അതും സർക്കാരിന്റെ കൈവശം വളരെ ഭദ്രമായിട്ടിരിക്കേണ്ട സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്ന ഈ ഡേറ്റകള് അടിച്ചു മാറ്റി എന്ന് പറയുന്നത്, അതിന് മോഷണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ ഒന്ന് കൊച്ചാക്കലാണല്ലോ. സർക്കാർ മോഷ്ടിക്കുകയല്ലോ, സർക്കാർ അങ്ങ് എടുക്കുക. സർക്കാരിന് അധികാരമുണ്ട്, അത് ഞങ്ങൾ ഇങ്ങ് എടുക്കും. നമ്മുടെ സുരേഷ് ഗോപി പണ്ട് തൃശ്ശൂർ അങ്ങ് എടുത്തതുപോലെ
ഞങ്ങൾ ഈ ഡേറ്റാസ് അങ്ങ് എടുത്തു. എന്നിട്ട് അവർക്കെല്ലാം ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രിയാ. അതാ ഞങ്ങളൊരു വലിയ അത്ഭുത പ്രവൃത്തി നടത്തിയിരിക്കുന്നു. യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കണ്ണു കാണാത്തവന് കാഴ്ച കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുത പ്രവൃത്തി. കൊടുക്കാനുള്ള കുടിശ്ശിക ഞങ്ങളങ്ങ് കൊടുത്തു. എന്നിട്ട് ഈ സ്പാർക്കിൽ നിന്ന് എടുത്ത ഡേറ്റാസ് ഉപയോഗിച്ച് ആളുകളുടെ പേര് സഹിതമാണ്, കൊച്ചുണ്ണുണ്ണിച്ചായ, ഗോപാലൻ നായരെ, ആയിഷ ഉമ്മാളെ എന്നൊക്കെ പേര് വിളിച്ചിട്ടാ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു കരുതൽ. സത്യം പറഞ്ഞാല് അതേക്കുറിച്ച് എല്ലാവരും വലിയ മുൻകോപിയാണെന്നൊക്കെ പറയുമ്പോഴേ അതൊന്നും ഒരു ശരിയല്ല. നീ നോക്കി ഓരോ ജീവനക്കാരനെയും പേര് വിളിച്ച് പറയുക. ഇതാ ഗോവിന്ദൻ നായരെ, നിങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, സന്തോഷമായല്ലോ എന്നൊരു മുഖ്യമന്ത്രി ചോദിക്കുക എന്ന് പറഞ്ഞാല് ഇതിനപ്പുറത്തൊരു സന്തോഷകരമായ ഒരു കാര്യം മറ്റെന്താണുള്ളത്? ഈ കൂട്ടത്തില് IAS IPS ഉദ്യോഗസ്ഥന്മാർക്കും ഈ സന്ദേശവും പോയി. അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ DA അല്ല, കേന്ദ്ര സർക്കാരിന്റെ DA കിട്ടുന്നത്. അവരാ കൊടുക്കുന്നത്, കേന്ദ്രം നരേന്ദ്രമോദിയാ കൊടുക്കുന്നത്, നിർമ്മലാ സീതാരാമനാ അതിന്റെയൊക്കെ ഏർപ്പാട്. പക്ഷെ അവർക്കും കിടക്കട്ടെ ഒരു സന്ദേശം. മുഖ്യമന്ത്രിയുടെ സന്ദേശം എന്താ? അവർക്ക് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പം വരുമോ? അവരും അറിയട്ടെ നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്ക് നമ്മൾ ഇതുവരെ കൊടുക്കാനുണ്ടായിരുന്ന 13% കുടിശ്ശിക ഇതാ കൊടുത്തു തീർത്തിരിക്കുന്നു. ഇതിലിപ്പോ ഒരു സർക്കാരിന് എന്ത് നേട്ടമാണ് അവകാശപ്പെടാനുള്ളത്? എന്നിട്ട് ഇതിനെയൊക്കെ കുറ്റം പറയുക. കുടിശ്ശിക തീർത്തതിന് സന്ദേശം അയക്കുന്നു. എന്നെ കമ്മീഷൻ നിയമിച്ച് പരിഷ്കരിക്കേണ്ട ശമ്പളത്തിൽ ഇപ്പൊ വെറും കമ്മീഷൻ നിയമിക്കുന്നു. അത് ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ്, ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എന്താ ചെയ്യുക? പറയുന്നവര് പറയട്ടെ, അതെന്തോ ചെയ്യാനാ? ഈ സ്പാർക്കിൽ നിന്ന് എടുത്തത് വളരെ രഹസ്യ ഡേറ്റ ആണെന്നും ആളുകളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇത് 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിനെതിരാണെന്നും ഒക്കെയാണ് വിമർശനം വന്നിരിക്കുന്നത്. ആരൊക്കെ അതുമായിട്ട് കോടതിയിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ചേട്ടാ, ഇത് സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന ഡേറ്റ ആണോ? അതിനങ്ങനൊന്നും ഒരു രഹസ്യാത്മകതയൊന്നുമില്ല. അത് സർക്കാരിന് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ഒരു കണക്ക് കേട്ടത് 77.42 ലക്ഷം ആളുകളുടെ ടെലിഫോൺ വിശദാംശങ്ങളടക്കമുള്ള ഡേറ്റകൾ ഈ ആവശ്യത്തിന് വേണ്ടി ഈ മുഖ്യമന്ത്രിയുടെ സന്ദേശം വാട്സാപ്പ് സന്ദേശമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അയക്കാൻ വേണ്ടി ഈ സ്പാർക്കിൽ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അതിൽ 62 ലക്ഷം പേര് ക്ഷേമ പെൻഷൻകാരാ, 5.42 ലക്ഷം സർക്കാർ ജീവനക്കാരാ, 10 ലക്ഷം പേര് സ്ത്രീകളാ. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവര്, ഇവർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. നിങ്ങളാരും പേടിക്കണ്ട. ഇനി സകല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും കമ്മീഷനെ രൂപവൽക്കരിച്ചു എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ തീരുമാനം അടങ്ങുന്ന അല്ലെങ്കിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം കൂടി ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ചിരുന്നാൽ മതി. ഇത്തരം ഡേറ്റകള് രാഷ്ട്രീയ പ്രചാരണത്തിനൊന്നും ഉപയോഗിക്കരുതെന്ന് നിയമത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. 2023 ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമത്തിൽ ഉണ്ടെന്ന് പറയുന്നു. നിയമത്തിൽ അങ്ങനെ ഓരോന്ന് കിടക്കും. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഡേറ്റാസ് ഉണ്ടോ? അത് ഞങ്ങൾ ഉപയോഗിക്കും. അത് സർക്കാരിന്റെ ആവശ്യത്തിന് ഞങ്ങൾ ഉപയോഗിക്കും. ഇനി ഒരു 3ാം സർക്കാർ വരിക എന്നുള്ളത് ഈ സർക്കാരിന്റെ ആവശ്യമാണ്. അത് ഔദ്യോഗികമാണ്. അത് യാതൊരു സംശയവുമില്ല. ഈ വീട് കയറി ഒരു സർവേ നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ ഹൈക്കോടതി എടുത്ത് കൊട്ടയിലിട്ട ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ടൊരു ശില്പശാലയില് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ, ഉദ്യോഗസ്ഥന്മാരുടെ ശില്പശാലയാ. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മറന്നായിരുന്നോ? ഇല്ലല്ലോ. അതായത് ഈ 3ാം ഭരണം വരിക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യമാണെന്നാ. അതിനുവേണ്ടി പാർട്ടി നടത്തേണ്ട ജോലി നമ്മൾ ചെയ്യും, സർക്കാർ ചെയ്യും. അതിനൊരു കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ശബ്ദരേഖ പുറത്തു വന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ഇനിയൊരു 3ാം പിണറായി സർക്കാരിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ ഈ ഡേറ്റാസ് ഉപയോഗിക്കും, യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ ഞങ്ങൾ മന്ത്രിമാരുടെ മക്കളുടെ കല്യാണം ക്ഷണിക്കാനും ഈ ഡേറ്റാസ് ഉപയോഗിച്ചെന്ന് വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഡേറ്റ, എന്ത് വ്യക്തികളുടെ സ്വകാര്യത, എന്ത് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമം, ഞങ്ങൾക്ക് ബോധിച്ചത് ചെയ്യും. അല്ലെ കൊണ്ട് കേസ് കൊടുക്കും.